അങ്ങനെ ഫൈനലി കഴിഞ്ഞ ദിവസമല്ലേ, ഇന്ന് രാവിലെ 12 മണിക്ക് നമ്മുടെ ബിഗ് ബോസ് അഗ്നി പരീക്ഷ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ശരിക്കും അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ്. പക്ഷേ നമുക്കറിയാലോ, ഒരു പരിപാടി ആകുന്ന സമയത്ത് കുറെ നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ ഇതിൽ വരും. അതിൽ എനിക്ക് മെയിനായിട്ട് എടുത്തു തോന്നിയത് ശരിക്കും ആങ്കറിങ്ങിലുള്ള റെനീഷ തന്നെയാണ്. റെനീഷയെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ടീമിനെ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കായിരുന്നു. ബാക്കി എല്ലാവരും കുഴപ്പമില്ല കേട്ടോ. ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന അഖിൽമാരായാലും അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ് ആയാലും റിയാസ് ആയാലും ഇവരൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവരെ ഇങ്ങനെ ജസ്റ്റ് ട്രോളാറൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് മാരാറിന് ഇട്ട് കൊട്ടും, മാരാർ റിയാസിന് ഇട്ടു, രഞ്ജിനി മാരാർക്ക് ഇട്ട് കൊട്ടും, മാരാർ തിരിച്ച് രഞ്ജിനിക്ക് ഇട്ട് കൊട്ടും. ശരിക്കും അത് നല്ല രസമാണ്. ശരിക്കും അവർ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഈ ഇലക്ഷനിൽ നിന്ന കാര്യങ്ങൾ വരെ രഞ്ജിനി എടുത്തിട്ട് കൊട്ടുന്നുണ്ട്. ബിഗ് ബോസിൽ വിന്നറായി, പക്ഷെ MLA സ്ഥാനത്ത് MLA ആയിട്ട് നിന്ന് തോറ്റുപോയി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ എടുത്തിട്ട് കൊട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഊക്കി പൊളിക്കുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ അഗ്നിപരീക്ഷ തുടങ്ങുന്നത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു ടാസ്കിലാണ്. 40 പേരാണ് ഈ അഗ്നിപരീക്ഷയിൽ ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. ശരിക്കും എനിക്കും ഓഡീഷൻ കഴിഞ്ഞതാണ്. മൂന്നാമത്തെ ഓഡീഷനിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടത്. എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും റീസൺ അവർക്ക് കാണുമായിരിക്കും. അപ്പോൾ 40 പേരാണുള്ളത്. ഈ 40 പേരെ വെച്ചിട്ട് ബിഗ് ബോസ് ഈ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടാസ്കിലാണ്. അപ്പോൾ വലിയൊരു നെറ്റ് അടിച്ചിട്ടേക്കുന്ന ഒരു സ്ക്വയറിൽ കുറെ ക്ലൂ ഇട്ടിട്ടുണ്ട്. സോ അതാണ് വാര്യമ്പള്ളിയിലെ മീനാക്ഷി നീ തന്നെ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ക്ലൂസ്. അതിനകത്ത് കീ ഉണ്ട്. ഈ കീ എടുത്തിട്ട് പോയിട്ട് ആ ക്ലൂ നോക്കിയിട്ട് ലോക്ക് തുറക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക്. അതായിരുന്നു 40 പേരട വെച്ചിട്ടുള്ള ടാസ്ക് അതായിരുന്നു. അതിൽ 20 പേര് മാത്രമാണ് സെലക്ട് ആയത്. 20 പേര് സെലക്ട് ആവുകയും ബാക്കി 20 പേരെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. സെലക്ട് ആയ 20 പേരെ മാത്രമാണ് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റേജിലേക്ക് ആ 20 പേരെ കൊണ്ടുവരികയും ആ 20 പേരെ വെച്ചിട്ട് ഈ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന 3 പേരുണ്ടല്ലോ, റിയാസ്, അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, ഇവര് 3 പേരും ആ 20 പേരെ സ്പ്ലിറ്റ് ചെയ്ത് അവരെടുത്തിട്ട് അവരുടെ ഒരു ടീമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ റിയാസിന്റെ ടീമിൽ ഒരു 7 പേര്, അതുപോലെ തന്നെ രഞ്ജിനിയുടെ ടീമിലൊരു 6 പേര്, മാരാരുടെ ടീമിൽ അതുപോലെ കുറച്ച് പേര്, ഇങ്ങനെ ടീമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഈ ടീമുകൾക്ക് വെച്ചിട്ട് അവരൊരു ടാസ്ക് കൊടുക്കുകയും ആ ടാസ്കിൽ കുറച്ച് പേരെ വിന്നറാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടന്ന ആ ഒരു പരിപാടി. അപ്പോൾ ഓരോ ആളുകളും വന്ന് അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു 1:30 വരെ ഇരുന്ന് കണ്ടു. 1 മണിയോളം ഇരുന്ന് കണ്ടു. ആകെ 55 മിനിറ്റോ 60 മിനിറ്റോ എന്തോ ഉണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടു. രാവിലെ ഇരുന്നിട്ട് അത് ഫുള്ള് ഇരുന്ന് എല്ലാം അനലൈസ് ചെയ്ത് എല്ലാം ഒന്ന് ഡയറിയിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു റിവ്യൂ എന്ന പോലെ പറഞ്ഞു തരാണ്. നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട്. സോ ഇവര് ഈ ടീമിലുള്ള ഓരോ കണ്ടസ്റ്റന്റിനെയും വിളിച്ചിട്ട് ആദ്യം റിയാസിന്റെ ടീമിലെ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. റിയാസിന്റെ ടീമിൽ ഒരു 7 പേരുണ്ട്. അപ്പൊ 7 പേരിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവരൊരു ഒരു സ്ട്രെങ്തും ഒരു വീക്ക്നെസ്സും പറയാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോ ആദ്യം വിളിക്കുന്നത് അനഘ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെയാണ്. ആർ ജെ ആണ്. പക്ഷെ ഈ ഒരു കോമണേഴ്സിന്റെ വിഭാഗത്തിൽ ഈ ആർ ജെക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോമണർ ആണോ എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചു. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അപ്പൊ ആർ ജെ അനഘയെ വിളിക്കുകയാണ്. അപ്പോൾ ആർ ജെ അനഘയോട് ചോദിക്കുകയാണ്, എന്താണ് താങ്കളെ പറ്റി ഉള്ള ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞത് ഞാനൊരു ഗുഡ് ലിസണർ ആണെന്ന് പറഞ്ഞു. സോ ആർ ജെ ആണല്ലോ, അപ്പൊ നല്ലൊരു ലിസണർ ആയിരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സെൽഫ് റെസ്പെക്ട് കൊടുക്കും. മറ്റുള്ള വ്യക്തികൾക്കും ആയാലും പുള്ളിക്കാരിക്കായാലും ഒരു സെൽഫ് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എല്ലാവർക്കും എന്നെ ചതിക്കാൻ പറ്റും. അനഘ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവർക്കും എന്നെ എളുപ്പം ചതിക്കാൻ പറ്റും എന്നാണ് അനഘ പറഞ്ഞൊരു കാര്യം. അപ്പോ അതുപോലെ തന്നെ രഞ്ജിനി ചോദിച്ചു ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്ന് അനഘയോട് ചോദിച്ചു. അപ്പോൾ അനഘ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയാണെന്നാണ്. പക്ഷേ അഖിൽമാരാരുടെ ഈ രാഷ്ട്രീയത്തോട് യോജിക്കുന്നില്ല, രാഷ്ട്രീയത്തോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നും ആര് പറയുന്നുണ്ട്? അനഘ പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാര് തിരിച്ചതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ലാലേട്ടനെയാണ്. പക്ഷേ
ലാലേട്ടൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെന്ന് ആ രാഷ്ട്രീയ പാർട്ടി എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടത്തില്ല. അത് രാഷ്ട്രീയത്തെയാണ് ഇഷ്ടപ്പെടാത്തത്. ലാലേട്ടൻ ഞാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ അഖിൽമാരാർ തിരിച്ചും മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ അനഘ കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് റഷ റഷ പാലത്തിങ്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ മോഡലിംഗ് ആണ് പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടി. അത് മാത്രമല്ല ഒരു ഹൈലൈറ്റ്, പുള്ളിക്കാരി ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇംഗ്ലണ്ടിൽ നിന്നുമാണ് ഇവിടെ നാട്ടിലെത്തിയത്. ഓക്കെ. ഇംഗ്ലണ്ടിൽ നിന്ന് കാണാനൊക്കെ അത്യാവശ്യം ക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരിനെ. ഫോട്ടോ ഞാൻ എല്ലാവരുടെ ഫോട്ടോ അടക്കം സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇംഗ്ലണ്ടുകാരിയാണ്. പുള്ളിക്കാരുടെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെൽ ഡിറ്റർമൈൻഡ് പേഴ്സൺ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. വീക്ക്നെസ് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു വീക്ക്നെസ്സും ഇല്ല, ഓക്കെ, ഞാൻ 100% ഓക്കെ ആണ് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്നാലും സമ്മതിക്കണം കേട്ടോ, ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇവിടം വരെ വരുന്ന ശരിക്കും പറഞ്ഞാൽ അവർക്ക് പണത്തിനോടുള്ളൊരു ആർത്തിയൊന്നും ആയിരിക്കത്തില്ല. ശരിക്കും ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് വന്നതായിരിക്കും. ഓക്കെ. അടുത്തതായിട്ട് വരുന്നത് പൂജയാണ്. പൂജ. ഓക്കെ. പൂജയുടെ പേര് ഈ ഷോ തുടങ്ങിയപ്പം പറയണമെന്ന് കരുതിയതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. പൂജ എന്ന് പറയുന്നത് ഒരു ഹൗസ് വൈഫ് ആണ്, തൃശ്ശൂരുകാരിയാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 40 പേരെ വെച്ചിട്ട് മറ്റേ കീ വെച്ചിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തപ്പോൾ പൂജ എന്തോ ചെയ്തു, പൂജയ്ക്ക് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരുടെ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. സോ അപ്പുറത്ത് നിന്നവന് അവൻ ഈ പൂജയുടെ ഇങ്ങ് താ ചേച്ചി ഞാൻ തുറന്നു തരാന്ന് പറഞ്ഞിട്ട് പൂജയുടെ ലോക്ക് വാങ്ങിച്ചിട്ട് അവൻ തുറന്നിട്ട് അവൻ അത് സ്വന്തമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലൂവും കീയും ഒരാളുടെ കയ്യിൽ വേണം മസ്റ്റ് ആയിട്ട്. പക്ഷെ അവന്റെ കയ്യിൽ എന്താ പൂജയുടെ കയ്യിൽ ക്ലൂ ഇല്ല, കീ മാത്രമേ ഉള്ളായിരുന്നു. അല്ല, ക്ലൂ ഉണ്ട്, ക്ലൂവും കീ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ അത് വാങ്ങിച്ചപ്പോഴത്തേക്കും ഇവന്റെ കയ്യിൽ ക്ലൂ ഇല്ലല്ലോ, ഇവന്റെ കീ മാത്രമേ ഉള്ളൂ. അപ്പൊ പൂജ കിടന്ന ആടപ്പാടല വിഷയം, എനിക്ക് തന്നേ പറ്റൂ, ഞാൻ ഇവിടെ വെറുതെ വന്നതല്ല, അതായതാന്നൊക്കെ പറഞ്ഞിട്ട് പൂജ വൻ സീനായിരുന്നു. എന്നിട്ട് പൂജയ്ക്ക് തന്നെ സെലക്ഷൻ കൊടുത്തു, പൂജയെ സെലക്ട് ചെയ്ത് അകത്ത് കയറ്റി. അതായത് റിയാസിന്റെ ടീമിലാണ് ഇപ്പൊ പൂജ ഉള്ളത്. ഓക്കെ. അപ്പോ പൂജ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതിൽ വന്നിട്ടൊരു കാര്യം പഠിച്ചു, ശരിക്കും ആരെയും ട്രസ്റ്റ് ചെയ്യരുതെന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. സോ ആ പൂജ എന്നുള്ള വ്യക്തിയുടെ പേര് നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചോട്ടെ. കാരണം പുള്ളിക്കാരി തുടക്കത്തിൽ തന്നെ ആൾക്കാർക്ക് ഒരു ഫേസ് വാല്യൂ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. ഓക്കെ. അപ്പോൾ പൂജയുടെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പറയുന്നത് എന്താ വീക്ക്നെസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് പുള്ളിക്കാരി കേട്ടോ. വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചിൽ വന്നാൽ കരയും, ദേഷ്യം വന്നാൽ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ ഈ കണ്ടതാണ്, ടാസ്കിൽ കണ്ടതാണ്. ദേഷ്യം വന്നാൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പൂജ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് വന്നത് ഷിബിനെയാണ് കേട്ടോ. ഷിബിന. ഓക്കെ. ഷിബിനെ റിയാസിന് എനിക്കൊന്ന് നല്ല പോലെ ഇഷ്ടപ്പെടുന്നു കേട്ടോ. റിയാസിന് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് തോന്നുന്നു. ഈ വന്ന ടാസ്കിൽ വന്ന 20 പേരിൽ റിയാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷിബിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പുള്ളിക്കാരി ഒരു മോഡലാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഒരു ബ്രൗൺ സ്കിൻ ഗേൾ ആണ് കേട്ടോ. അത്യാവശ്യം കാണാനൊക്കെ നല്ല രസമാണ്, ക്യൂട്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ സ്ട്രെങ്ത്. ഓക്കെ. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ശരിക്കും ഈ പുള്ളിക്കാരിനെയൊക്കെ ശരിക്കും ഈ കോമണേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ ഒരു ഷോയിൽ കൊണ്ടുവരേണ്ടതല്ല. അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അല്ലാതെ തന്നെ ബിഗ് ബോസിൽ ഡയറക്റ്റ് കയറ്റാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് ഈ ഷിബിന എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരി തന്നെ ഹൃത്തിക് റോഷനുമായിട്ടൊക്കെ ഉള്ള രീതിയിൽ ആടും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പരസ്യത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഹൃത്തിക് റോഷനുമായിട്ട്. അപ്പോൾ ആ ഒരു ലെവലുള്ള വ്യക്തിയാണ് ഷിബിന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് സുഹൃത്തുക്കളെ അഭിറാം ആണ് കേട്ടോ. അഭിറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിം ട്രെയിനറാണ് പുള്ളിക്കാരൻ ജിം ട്രെയിനറാണ്. പുള്ളിക്കാരന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ മാക്സിമം ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നാണ്. അപ്പോൾ ശരിക്കും അവന്റെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. റിയാസ് എന്തോ ഒരു മണിയൊക്കെ എടുത്തിച്ച് കുലുക്കിയിട്ട് റിയാസ് തന്നെ പറയുന്നുണ്ട്, നോട്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരൻ റിയാസ് തന്നെ പറയുന്നുണ്ട്. ശരിക്കും ഇനി എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയുന്ന സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞിട്ട് വന്ന വ്യക്തി, ആറാമത്തെ വ്യക്തി അസിയ അസിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അസിയ. ഓക്കെ. ആലുവക്കാരിയാണ്, ഒരു ആങ്കറാണ്. ഓക്കെ. പുള്ളിക്കാരിയുടെ സ്ട്രെങ്തോ വീക്ക്നെസ് ഒന്നും പുള്ളിക്കാരി പറയുന്നില്ല. പുള്ളിക്കാരി എന്തൊക്കെയോ ജപ അടിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫോട്ടോ കാണിക്കാം. പുള്ളിക്കാരിയും അത്യാവശ്യം ഓർത്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പുള്ളിക്കാരിയുടെ ഒരു ഫേസും ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ ഒരു വ്യത്യസ്തമാണ്. എനിക്ക് ഇതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വന്നതാവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ. അടുത്തത് വരുന്നത് പ്രണവാണ് സുഹൃത്തുക്കളെ. തിരുവനന്തപുരംകാരനാണ് പ്രണവ് കൊള്ളാം കേട്ടോ. അത്യാവശ്യം ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് പ്രണവ്. ഓക്കെ. അപ്പോൾ കുറേ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. ഡാൻസ് ഉണ്ട്, കളരി ഉണ്ട്, പിന്നെ വേറെ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം എഴുതി വെക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ സ്ട്രെങ്ത് ഇതാണ് കേട്ടോ. അപ്പോൾ
വീക്ക്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഫേക്ക് ഗെയിം കളിക്കുന്നവരെ പെട്ടെന്ന് പുള്ളിക്കാരന് കണ്ടുപിടിക്കാൻ പാടാന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും അത് ബിഗ് ബോസിൽ ഒരു നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫേക്ക് ഗെയിം കളിക്കുന്നവരെ കണ്ടുപിടിച്ചവരെ ടാർഗറ്റ് ചെയ്ത് പണിയാന്നുള്ള ഒരു രീതിയാണല്ലോ ബിഗ് ബോസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതില് ഇവരൊരു ടാസ്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ വന്ന 7 പേർക്കും, അതായത് റിയാസിന്റെ ടീമിലെ 7 പേർക്കായിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ ടാസ്കില് ഒരു ആദ്യം ഒരു 3 പേരെ സെലക്ട് ചെയ്ത് വെക്കുന്നു. 4 പേരെ പുറത്ത് ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിടുന്നു. ഔട്ട് ഹൗസ് എന്നാണ് റെനീഷ പറയുന്നത് അതിന് കേട്ടോ. 4 പേരെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിടുന്നു. അതിനുശേഷം അഭിറാം, അനഘ, പ്രണവ് ഈ 3 പേരെ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്തതിൽ ഫൈനലായിട്ട് പ്രണവിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ടാസ്കിൽ വിജയിച്ചത്, ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചത് പ്രണവാണ്. അപ്പോൾ ഇൻഫിനിറ്റി പെൻഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൻഡുലം പോലൊരു സംഭവം, ബിഗ് ബോസിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് പെൻഡുലം പോലൊരു സംഭവം ഈ വിന്നറിന് കൊടുക്കുന്നുണ്ട്. വിന്നറിന്റെ കഴുത്തിലായിട്ട് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അത് കിട്ടിയത് പ്രണവിനാണ്. അതാ ഞാൻ പറഞ്ഞത്, പ്രണവ് നല്ല അടിപൊളി ഒരു മനുഷ്യനാണ്, നല്ല ആക്റ്റീവാണ്, ഒരുപാട് സ്കിൽസും കാര്യങ്ങളൊക്കെ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടാസ്കിൽ വിജയിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ്, നമ്മുടെ പ്രണവ് കുട്ടനാണ് ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് രഞ്ജിനി ഹരിദാസിന്റെ ടീമാണ് കേട്ടോ. രഞ്ജിനി ഹരിദാസിന്റെ ടീമിൽ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗേൾസ് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരിന്റെ ടീമിൽ. ഫുള്ള് സ്ത്രീകൾ മാത്രം അടങ്ങുന്ന ഒരു ടീമാണ്. ഇനി പുള്ളിക്കാരിക്ക് അത് വെച്ച് നോക്കുമ്പോൾ രഞ്ജിനി ഭയങ്കര ക്യൂട്ട്നെസ്സും എക്സ്പ്രഷൻസും ഒക്കെ ഇട്ട് അങ്ങോട്ട് വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എത്തുന്നത് നയനയാണ് കേട്ടോ. രഞ്ജിനിയുടെ ടീമിൽ ആദ്യമായിട്ട് ഒരു സെൽഫ് ഇൻട്രോ പറയാനായിട്ട് എത്തുന്നത് നയനയാണ്. പുള്ളിക്കാരി ഒരു മോഡലാണ്, ശരിക്കും ഒരു ആങ്കറാണ്. 19ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നത്. ഓക്കെ, 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു. അതുപോലെ തന്നെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. ആ ഡ്രീംസ് എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ എല്ലാം തിരിച്ചു പിടിക്കണമെന്നൊരു ആഗ്രഹത്തോടുകൂടി പുള്ളിക്കാരി ആ ഒരു വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെക്കാണ് കേട്ടോ. ഡിവോഴ്സ് ആവുന്നു. ഓക്കെ, പുള്ളിക്കാരിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്റെ സ്ട്രെങ്ത് എന്റെ കോൺഫിഡൻസ് ആണെന്നാണ്. അതുപോലെ തന്നെ വീക്ക്നെസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു മകനുണ്ട്. ഓക്കെ, മകനാണ് ശരിക്കും പറഞ്ഞാൽ വീക്ക്നെസ് എന്താണ് പറയുന്നത്. അപ്പോൾ റിയാസോ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻ ആരുണ്ട്, അല്ലെ അവൻ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വീക്ക്നെസ് ആണ് പുള്ളിക്കാരിക്കുള്ളത്. അത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ പുള്ളിക്കാരി പറഞ്ഞത് ശരിക്കും. നയന ഓക്കെ, 19ാം വയസ്സിലൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും ഡിവോഴ്സായി. ശരിക്കും ഒരു കോമണർ എന്നൊരു വിഭാഗത്തിൽ ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നയന. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് എത്തുന്നത് സാബിറ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. മോഡലാണ്. ഏറ്റവും വലിയ വ്യക്തി 2 കല്യാണം കഴിച്ചു. 2 കല്യാണവും ലോക പരാജയമായിരുന്നു എന്ന് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്. ആ 2 കല്യാണത്തിലും 2 വിവാഹത്തിലും 2 കുട്ടികളും പുള്ളിക്കാരിക്കുണ്ട്. ഓക്കെ, സ്ട്രെങ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ എങ്ങനെങ്കിലും സർവൈവ് ചെയ്തു വരും, എവിടെ കൊണ്ടിട്ടാലും പുള്ളിക്കാരി അതിജീവിക്കും എന്നാണ് പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ അത് പുള്ളിക്കാരി ഒരു നമ്പർ ഇട്ടതാണ്. ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ പോലും പുള്ളിക്കാരി അതിജീവിച്ച് വരും എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വീക്ക്നെസ് എന്താണെന്ന് വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആരെയും കണ്ണും കൂട്ടി വിശ്വസിച്ച് പോകും. അതെന്റെ ഒരു പക്ക വീക്ക്നെസ് ആണെന്ന് സാബിറ പറയുന്നുണ്ട്, സാബിറ ഷെരീഫ് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നാണ്. ശരിക്കും ഞാനും ഇപ്പോൾ കൊല്ലത്ത് നിന്നും കിട്ടിയായിരുന്നെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. ഇവിടെ നിന്ന് റിവ്യൂ ഇടാതെ അവിടെ പോയി നിന്ന് പങ്കെടുക്കായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ 3ാമതായിട്ട് രഞ്ജിനിയുടെ ടീമിൽ നിന്ന് വരുന്നത് അമൃതയാണ് കേട്ടോ. കൊല്ലത്താണ്. പുള്ളിക്കാരി ഒരു അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, ജനിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലാണ്, പൊള്ളാച്ചിയിൽ എവിടെയാണ്. 22 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. 6 മാസം മാത്രമേ ഒരുമിച്ച് ജീവിക്കുന്നുള്ളൂ. അപ്പോൾ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിയുമ്പോൾ ആരെയും പേടിയില്ലാത്തൊരു വ്യക്തി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ തെറ്റായ ഒരു വ്യക്തിയെ ലൈഫിൽ ചൂസ് ചെയ്തതാണ് പുള്ളിക്കാരിയുടെ വീക്ക്നെസ്. ഓക്കെ, അതായിരിക്കും. കാരണം 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 6 മാസം മാത്രമേ ഒരുമിച്ച് ജീവിക്കുന്നുള്ളൂ. സോ അത് തന്നെ പുള്ളിക്കാരിയുടെ ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് എത്തുന്നത് വർഷയാണ് സുഹൃത്തുക്കളെ. വർഷ ഒരു സിംഗർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആരെയും ബോധർ ചെയ്യില്ല എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. ഓക്കെ, വീക്ക്നെസ് എന്ന് ചോദിച്ചപ്പോൾ കരയും. ഓക്കെ, അപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും വലിയ കോമഡി ഇതില്ല. ബിഗ് ബോസിൽ ഇത്രയും നാളെ നടന്ന ഷോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എടുത്തു ചാടി പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം രഞ്ജിനി ചേച്ചിനെയാണ് എന്ന് പറയുന്നുണ്ട്. സോ ഇവർ എഴുതി കൊടുക്കുമ്പോൾ ഇവരതിനു മുമ്പേ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കുന്നു കേട്ടോ. അപ്പം രഞ്ജിനിയുടെ ഇടയിൽ ആ ഫോം ഉണ്ട്. ആ ഫോം എടുത്തിട്ട് രഞ്ജിനി ചോദിക്കുന്നുണ്ട്, അയ്യോ എന്റെ പേരാണല്ലോ ഇവിടെ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ എഴുതി തന്നത് വേറൊരാളുടെ പേരാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ
ഈ പറയുന്ന വർഷം ഒന്ന് ഒന്ന് ചമ്മുന്നുണ്ട്. അപ്പോൾ വർഷം ചോദിക്കുന്നത്, അയ്യോ ഞാൻ ആരെയും പേര് എഴുതിയില്ല, ഞാൻ മാറിപ്പോയി, എഴുതിയത് മാറിപ്പോയി എന്നൊക്കെ വർഷം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ശരിക്കും വർഷം എഴുതിയ പേര് പേളിമാണിയുടെ പേരായിരുന്നു. പിന്നീട് വർഷം എന്തൊക്കെയോ ജപജപയൊക്കെ അടിച്ച് വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. രഞ്ജിനി അത് വിട്ടു, രഞ്ജിനി ആ കേസ് വിട്ടു. പക്ഷെ മനസ്സിൽ കാണും എപ്പോഴെങ്കിലും ഒരു പണി കൊടുക്കും. ഓക്കെ, അതാണല്ലോ ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് എത്തുന്നത് രചനയാണ് കേട്ടോ. ഒരു HR കൺസൾട്ടന്റ് ആണ് രചന. സ്ട്രെങ്ത് എന്താന്ന് ചോദിച്ചപ്പോൾ ലിസണിങ് കേപ്പബിലിറ്റി ആണെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വീക്ക്നെസ് എന്താന്ന് വെച്ചപ്പോൾ ഇമോഷണൽ ആൻഡ് ഓവർ തിങ്കിങ് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രചന 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 വലുതായിട്ട് അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ തന്നെ ഈ അഗ്നിപരീക്ഷ തന്നെ എനിക്കൊന്ന് ആദ്യമേയൊക്കെ പുറത്തായി പോകാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പില്ല, ജയിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് എത്തുന്നത് ആരാധ്യ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയാണ്. മോഡലാണ്. ശരിക്കും 18 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞ കൊച്ചാണ് ആരാധ്യ ആന്റണി. ഇപ്പോൾ ഡിഗ്രിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇപ്പൊ പ്ലസ് ടു ജസ്റ്റ് പാസ്സായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, സ്ട്രെങ്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ട്രോമ ഉണ്ട്. കൊച്ചു കടന്ന് കരഞ്ഞ് മെഴുകാണ് തുടക്കം തന്നെ കേട്ടോ. കൊച്ചിനൊന്നും പറയാൻ പോലും പറ്റുന്നില്ല, കൊച്ചു കടന്നങ്ങ് കരഞ്ഞ് മെഴുകാണ്. അപ്പോ അപ്പോ ഏറ്റവും പുള്ളിക്കാരി മെയിനായിട്ട് പറയുന്നതാണ്, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ ഒറ്റയ്ക്കാണ് അമ്മ വളർത്തി ഇത്രയാക്കിയത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരിക്ക് ഏവിയേഷനൊക്കെ പഠിക്കാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അമ്മയെ നോക്കണം, അമ്മയോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ജോലി വാങ്ങിയിട്ട് പുള്ളിക്കാരി നൈസിന് ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, ക്യാബിൻ ക്രൂവിൽ കയറാനാണ് പുള്ളിക്കാരിക്ക് താല്പര്യം എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഒരു വലിയ ട്രോമ കിട്ടി, അതിൽ നിന്നും രക്ഷപ്പെട്ട് കരണം എന്നുള്ളൊരു രീതിയാണ് പുള്ളിക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണങ്ങിയാൽ ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് മെഴുകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജഡ്ജിമാരിലും ശങ്കര റെനീഷൊക്കെ ഇടുന്ന് ചിരിച്ച് മാറുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എത്തുന്നത് പാർവതി നാരായണനാണ് കേട്ടോ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഈ പാർവതി നാരായണൻ. സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻഡ് ഡെഡിക്കേറ്റഡ് പേഴ്സൺ. ബിഗ് ബോസിൽ ഇപ്പോൾ 4ാമത്തെ തവണയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ കിട്ടി. വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ജസ്റ്റ് ഒരു കുളങ്കര പോലെ ഒരു ടാസ്ക് ആണ് ഈ പറഞ്ഞ ഒരു 7 പേർക്ക് ബിഗ് ബോസ് കൊടുത്തത്. 7 പേർക്ക് കൊടുത്തതിൽ വിന്നറായത് പാർവതിയാണ് കേട്ടോ. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പാർവതിയാണ് വിന്നറായത്. അപ്പം ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് പാർവതിക്കാണ് കേട്ടോ. പാർവതിക്കാണ് കിട്ടിയത്. അപ്പോൾ ആദ്യത്തേതിൽ കിട്ടിയത് പ്രണവിനായിരുന്നു. രണ്ടാമത്തേതിൽ കിട്ടിയത് പാർവതിക്കാണ് കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ അഖിൽ മാരാറിന്റെ ടീമാണ് ലാസ്റ്റ് വരുന്നത് കേട്ടോ. അഖിൽ മാരാറിന്റെ ടീം അവസാനം എത്തുന്നു. അഖിൽ മാരാറിന്റെ ടീമിൽ ആദ്യം തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നി കേട്ടോ. പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ശരിക്കും എൽദോ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ഏറ്റവും കോമണേഴ്സിൽ വരാൻ ഏറ്റവും യോഗ്യൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ് എൽദോ. പെരുമ്പാവൂരുകാരനാണ്. ഒരു തൊഴിലാളിയാണ് കേട്ടോ. ശരിക്കും ആ ഒരു ലെവലിൽ നിന്നൊക്കെ ഇപ്പോൾ ഇതുപോലെ വലിയൊരു റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല, ഉറച്ച നിലപാടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊള്ളാം. എന്നാൽ അവനെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, എൽദോ. വീക്ക്നെസ് എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നും മറക്കില്ല. വന്ന വഴിയിൽ തടസ്സം നിന്നവരെയും അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവപ്പെട്ട കഷ്ടതകളും യാതനകളും ഇതൊന്നും മറക്കില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് കൊള്ളാം. അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രെങ്തിൽ പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പുള്ളിനെ കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് അമൽ മോഹനാണ് കേട്ടോ. അമൽ മോഹനാണ് ശരിക്കും പാലക്കാട് സ്വദേശിയാണ്. ഒരു ഫ്രീലാൻസർ ആണ് കേട്ടോ. സ്ട്രെങ്ത് അമ്മയാണെന്ന് പറയുന്നുണ്ട്. വീക്ക്നെസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോകുന്ന വ്യക്തികളുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഷിജിനാണ് കേട്ടോ. ഷിജിൻ ട്രിവാൻഡ്രമാണ്. ഒരു ഡാൻസ് കോച്ചാണ് കേട്ടോ. സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സോ അമ്മ പുള്ളിക്കാരനെ ചോറിലന്ന് വിഷം കലർത്തി അമ്മയും ഈ ഷിബിനും കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇതിൽ പറയുന്നുണ്ട്. വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിരുന്ന വ്യക്തിയാണ്. സോ അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ഷിജിൻ്റെത് കേട്ടോ. ഓക്കെ, അടുത്തത് വരുന്നത് ബിജു തോമസ് ആണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്.
മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും പുള്ളിക്കാരനെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇതിൽ മെയിനായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ബിജു തോമസ് പുള്ളിക്കാരൻ എന്താ തെരുവിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. തെരുവിൽ കിടന്നുറങ്ങി അവിടെ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതാണ് പുള്ളിക്കാരന്റെ ശ്രദ്ധ. ആ ഒരു ലെവലിൽ നിന്നും ഈ പറയുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്ക് എത്തിയ വ്യക്തിയുടെ സ്ട്രെങ്ത് അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കഞ്ഞിയും ചമ്മന്തിയാണെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വീക്ക്നെസ്. അതൊരു ഫണ്ണായിട്ടുള്ള രീതിയിൽ തന്നെ ആ പുള്ളിക്കാരൻ അത് പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ചില വ്യക്തികളുണ്ട്, ചില വ്യക്തികൾ എന്റർടൈൻ ചെയ്യിപ്പിക്കും, ചില വ്യക്തികൾ ടാസ്കിൽ അടിപൊളിയായിരിക്കും. ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ബിഗ് ബോസ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു വോട്ടിങ്ങും കാര്യങ്ങളും കൂടെ ഇത് വരുമ്പോഴത്തേക്കും സംഭവം കളറായിട്ട് മാറും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് ഷാനോ തോമസ് ആണ് കേട്ടോ. ശരിക്കും ഇനിവൻ കുറച്ച് പട്ടിഷമായിട്ട് എനിക്ക് തോന്നി. കാരണം വന്ന് ഇന്ന് ഫുൾ ഇംഗ്ലീഷിൽ ഷണ്ണ ഷുണ്ണ കിടന്ന് മെഴുകുകയാണ് കേട്ടോ. ഇടുക്കിക്കാരനാണ്, ഒരു എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പോൾ വീക്ക്നെസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി സിൻഡ്രോം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ വളർന്നത് അമ്മ അച്ഛൻ്റെ കൂടെ മാറി മാറി എന്നാണ് പുള്ളിക്കാളം വളർന്നത്. ഒരു ആർമി ചിട്ട രീതിയിലൊക്കെയാണ് വളർന്നതെന്നൊക്കെ കാരണം എഴുതുന്നുണ്ട്. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം കുറച്ച് പട്ടിഷോ. കാരണം മറ്റേ ഇവന്റെ വിചാരം ഇവൻ മറ്റേ മെയിൻ ബിഗ് ബോസിൽ ഹൗസിൽ വന്ന ഒരു അഹന്തയും അഹംഭാവവും ഒക്കെയാണ് പുള്ളിക്കാരന്. ഷാനോ തോമസ് എന്നാണ് പുള്ളിയുടെ പേര്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അപർണ സുരേഷ്. ഓക്കെ, ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, 20ാമത്തെ കണ്ടസ്റ്റന്റ് ആണ് അപർണ. അപർണ സുരേഷ് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. IT പ്രൊഫഷണലാണ്, കാലിക്കറ്റ് ആണ് പുള്ളിക്കാരി. എനിക്കൊന്ന് UAE നിന്ന് എന്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡ് കോമ്പറ്റീഷൻ, വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ കോമ്പറ്റീഷനും എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എഞ്ചിനീയറിന്റെ സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് പൈസ വേണം, കുറച്ച് പണം എനിക്ക് തരും. അത് പുള്ളിക്കാരൻ പറയുന്നത്, എൻ്റെ അടുത്ത് പൈസയൊക്കെ ആരെങ്കിലും ഞാൻ കടം മേടിച്ചാലും അവർക്ക് വാങ്ങി കൊടുക്കുന്നു. ഒരു എഞ്ചിനീയറിന്റെ സൈഡിൽ നിന്ന് ഒരു ട്രോൾ രീതിയിൽ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പണം വേണം, എൻ്റെ അപർണ എനിക്ക് കുറച്ച് പണം തരുമോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുമ്പോൾ അപർണ അത് ചിരിച്ച് വിടുന്നുണ്ട്. അപ്പോൾ വിന്നറായിട്ട് ഇതിൽ വന്നത് മറ്റാരും തന്നെയല്ല, നമ്മുടെ സ്വന്തം ഷിജിനാണ് കേട്ടോ. ഷിജിനാണ്. അപ്പോൾ ഷിജിനെ പറയുമ്പോൾ ട്രിവാൻഡ്രമാണ്, ഡാൻസറാണ്, ഡാൻസിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷിജിനാണ് ഇതിൽ ടാസ്കിൽ വിജയിച്ചത് കേട്ടോ. ടാസ്കിൽ വിജയിച്ചത് ഷിജിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ 3 ടീമായിട്ട് നിന്നിട്ട് 3 ടാസ്ക് ആണ് നടന്നത്. 3 ടാസ്ക് 3 രീതിയിലുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ടാസ്കിൽ വിജയിച്ചത് പ്രണവായിരുന്നു. രണ്ടാമത്തെ ടാസ്കിൽ വിജയിച്ചത് പാർവതിയായിരുന്നു. മൂന്നാമത്തെ ടാസ്കിൽ ഷിജിൻ. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഒരു ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് മാറ്റി ഇരുത്തിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ ആദ്യത്തെ ടാസ്കിൽ വിജയിക്കാത്ത ഒരു 20 പേര് പുറത്ത് പോകുന്നു. ടോട്ടൽ 40 പേരാണുള്ളൂ. 20 പേര് ഇപ്പോഴും പുറത്തേക്കാണ്. സോ ഇന്നത്തെ ഷോയിൽ ആ 40 പേരെയും കൂടെ വെച്ചിട്ട് ആ 20 പേരെയും കൂടെ വെച്ചിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ട് അതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ ബിഗ് ബോസിൽ ജയിക്കാൻ കഴിവ് രഞ്ജിനി എന്തോ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ ജയിക്കാൻ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഴിവ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാർ വന്നിട്ടുണ്ട്, ടാസ്ക് ചെയ്യാനുള്ള കഴിവ് മാത്രം പോരാ, നാക്കിട്ടടിക്കാനുള്ള കഴിവ് വേണം. ആ നാക്കിട്ടടിച്ചത് കൊണ്ടാണല്ലോ അഖിൽമാരാർ വിന്നറായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പറയുന്നുണ്ട് ടാസ്ക് ചെയ്യാൻ ഒരു കഴിവുമില്ല, അതോ ബിഗ് ബോസിൽ മെയിൻ ആയിട്ട് ഇവിടെ ജഡ്ജിമാരിൽ വന്ന് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് രഞ്ജിനിയെ ആക്കി പറയുന്നുണ്ട് അഖിൽമാരാർ. അപ്പോൾ രഞ്ജിനി തിരിച്ചു പറയുന്നുണ്ട്, ബിഗ് ബോസിൽ ജയിച്ചു പക്ഷെ MLA സ്ഥാനത്ത് നിന്ന് തോറ്റു എന്ന് പറഞ്ഞിട്ട് തിരിച്ചും ട്രോളുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം, സംഭവങ്ങളാണ്. പക്ഷെ ഇതിന്റെ ആ ഒരു ബിഗ് ബോസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇവർ ജസ്റ്റ് ഒരു അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു തീം സോങ് കിട്ടുന്നുണ്ട്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ ഒക്കെ പണമൊക്കെ മുടക്കി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. കുറച്ചും കൂടെ സെറ്റപ്പ് ആയിട്ട് ചെയ്യായിരുന്നു. പിന്നെ ആങ്കറിങ്ങിൽ റെനീഷ് എനിക്ക് അത്ര പോരെന്നാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ കൊള്ളാം, സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ആളുകളൊക്കെ ഇപ്പൊ 40 പേരുണ്ടല്ലോ, ഇത് ആളുകൾ സ്പ്ലിറ്റായി കുറെ പേരൊക്കെ മാറുമ്പോഴത്തേക്കും കുറെ ആളുകളുടെ ഒക്കെ ഫേസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ 40 പേരുണ്ടായതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ആളുകളെ കിട്ടാത്തത്. പക്ഷെ ഇപ്പൊ ഷോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ആളുകളെ ക്യാച്ച് ചെയ്യാൻ പറ്റി. ചിലപ്പം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇതിൽ അത്യാവശ്യം മെയിനായിട്ട് തന്നെ നിൽക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ്. കുറെ ഉറക്കന്നുകളും കുറെ പഴമീനികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. ശരിക്കും ഇവരെങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്, ഇവരെ സെലക്ടിങ് രീതിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്നുള്ള. കുറെ വൈറ്റ് ഗോൾഡിന്റെ പേരിലെന്തോ 5 പേര്, അതുപോലെ തന്നെ മറ്റേ ജിയോയുടെ പേരിൽ, ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പേരിൽ മൈജിയുടെ പേരിൽ ഒരു 5 പേര്, അങ്ങനെ ഒരു 10 പേര് അല്ലാതെ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
എന്തൊക്കെയായാലും സംഭവം കളറാവട്ടെ, അടിപൊളിയാവട്ടെ. എന്തോ ഇനിയിപ്പോൾ അങ്ങോട്ട് ആളുകൾക്ക് കാണാനും എന്റർടൈൻ ചെയ്യാനും ഒക്കെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ തന്നെ വരട്ടെ. തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഈ സംഭവം നല്ല വൻപൻ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിൽ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.